നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി ഈ ഇൻഡെക്സസിൻ്റെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് ലേണിംഗ് പർപ്പസ് അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ എന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. സോ നമ്മുടെ നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി ചാർട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഓവറോൾ തേർഡ് വേവിലാണ്. ഫ്രം ഹിയർ ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3 തേർഡ് വേവ് ചാനലിലാണ്. സ്റ്റിൽ ചാനൽ തന്നെയാണ്. ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ഒന്നും ഉണ്ടായിട്ടില്ല. സോ ഇത് ജസ്റ്റ് കറക്ഷനാണ്, ശ്രദ്ധിക്കുക. ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ ദാറ്റ് മീൻസ് നമുക്ക് പറയാം വീക്ക്നെസ് സ്റ്റാർട്ടായി ആൻഡ് ഫോർത്ത് വേവിൻ്റെ ഫോളാണ്. അപ്പോഴും ഫോർത്ത് വേവിൻ്റെ ഫോൾ ആയിരിക്കുള്ളൂ, ശ്രദ്ധിക്കാനുള്ളതാണ്. ഫോർത്ത് വേവിൻ്റെ ഫോൾ വരുള്ളൂ. പിന്നെ വീണ്ടും ഒരു ബൗൺസ് വരേണ്ടതാണ് ഫിഫ്ത്ത് എൻഡ്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇനി തേർഡ് വേവ് തന്നെയാണ്. തേർഡ് വേവിൻ്റെ ചാനലാണ്. ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫോർത്ത് വേവിൽ എൻറ്റേർഡ് ആയി. ഓക്കെ, ഇനി നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ കിടക്കാം. ദാറ്റ് മീൻസ് ഓവറോൾ സ്ട്രക്ചർ ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ബിഗർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷാണ്, സ്മോൾ ടൈമിൽ ചെറിയൊരു ബുക്കിംഗ് വരുന്നുള്ളൂ. ഇതൊക്കെ എന്താ ഓക്കെ. നമുക്ക് വേഗം സ്മോൾ ടൈം ഫ്രെയിമിൽ കറക്ഷൻ കിടക്കാം. സ്മോൾ ടൈമിൽ നമ്മൾ ലെവൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു. ഈ ഒരു ലെവലാണ്. ഇവിടുന്ന് ഓപ്പണിംഗ് ചെറിയൊരു പോസിറ്റീവ് ഓപ്പണിംഗ് മുകളിലേക്ക് പോയിട്ട് സഡൻ അപ്പോഴേ തന്നെ റിജക്ഷൻ കിട്ടി. എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ 25,680 നല്ല റിജക്ഷൻ സോണുമാണ്, പ്ലസ് ചാനലിൻ്റെ അപ്പർ പോർഷൻ കൂടിയാണ്. ഓക്കെ, എന്തിന് ആ ഒരു ഏരിയ റിജക്ഷൻ സോണാണ്? ദറ്റ് മീൻസ് ഇവിടുന്ന് 1, 2, 3 ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. തേർഡ് വേവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചിയാണ്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് എല്ലാവരും കൂടി ആ വീഡിയോ കാണണം. തേർഡ് വേവിൻ്റെ ലേവൽസ് തേർഡ് വേവിൽ ഏത് ഫിബൊനാച്ചിയാണ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോപ്പർ ആൻഡ് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലാണ്. ലേണിംഗ് നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലുണ്ടാവും. ലേൺ വിത്ത് ഫർമാൻ അതിൻ്റെ പ്ലേലിസ്റ്റിലുണ്ടാവും. അതിനകത്ത് ലേണിംഗ് വീഡിയോസ് ഉണ്ടാവും. അതിനകത്ത് ഈ വീഡിയോസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ ഐ ബട്ടൺ ഉണ്ടാകും, അതിനകത്ത് ഞാൻ ലിങ്ക് നമ്മുടെ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, സോ നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ ഫ്രം ഈ ബോട്ടം ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ ലോ ഇതാണ്. ഓക്കെ, ഈ ബോട്ടം ഫ്രം ഇവിടെ നമ്മൾ ടച്ച് ചെയ്ത് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നോക്കുകയാണെങ്കിൽ പ്രോപ്പർലി നമുക്ക് റിജക്ഷൻ സോൺ നമുക്ക് എക്സാക്ട്ലി നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ റിജക്ഷൻ സോൺ കിട്ടും. ഇത് ഫിബൊനാച്ചി ഏതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അത് പ്രോപ്പർലി നമ്മുടെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അത് നമ്മൾ നോക്കാൻ 200% എവിടെ വരാൻ 25,660. ഓക്കെ, എക്സാക്റ്റ് ആ റിജക്ഷൻ സോണാണ്. പ്രോപ്പർലി റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. 200% പ്ലസ് ചാനലിൻ്റെ അപ്പർ പോർഷൻ കൂടിയാണ്. അതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് ബുള്ളിഷ് സൈഡിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിജക്ഷൻ ചാനലിൻ്റെ അപ്പർ പോർഷനിലാണെങ്കിൽ അതും 200% നിൽക്കുകയാണെങ്കിൽ ഓക്കെ. സോ അവിടെ നിന്ന് നമുക്ക് പുൾ ബാക്ക് പ്രതീക്ഷിക്കാം. അല്ലാണ്ട് ബ്രേക്ക് ഔട്ട് അല്ല, പുൾ ബാക്ക് പ്രതീക്ഷിക്കാം. ബ്രേക്ക് ഔട്ട് വന്നാൽ ഓക്കെ, പക്ഷേ അതനുസരിച്ച് ഹെൽത്തി ക്യാൻഡിൽ ക്ലോസ് ആവണം. ഇവിടെയൊക്കെ ക്യാൻഡിൽ തന്നെ ഒന്നും ക്ലോസ് ആയിട്ടില്ല. ഓപ്പണിംഗ് തന്നെ ഇത് കണ്ടോ, ഇന്ന് ഓപ്പണിംഗ് തന്നെ റിജക്ഷൻ ക്യാൻഡിലാണ്. ഓക്കെ, റിജക്ഷൻ ക്യാൻഡിൽ മീൻസ് റെഡ് ക്യാൻഡിൽ, അതാണ് റിജക്ഷൻ ക്യാൻഡിൽ. പ്രോപ്പർ എന്തെങ്കിലും ലാംഗ്വേജിൽ നമ്മൾ പറയാം റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ റെഡ് കളറുടെ ക്യാൻഡിലാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ പ്രോപ്പർ. ഓക്കെ, അങ്ങനെ പിന്നെയാണ് ഇത് കഴിഞ്ഞിട്ട് ഇന്ന് റിജക്ഷൻ എങ്ങനെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ റിജക്ഷൻ നമ്മൾ ഇന്ന് കിട്ടുകയാണെങ്കിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം ഞാൻ ഡിസ്കസ് ചെയ്യാറുള്ളൂ. റീസൺ നമ്മളെല്ലാവരും കൂടി മോസ്റ്റ്ലി എല്ലാവരും ഇൻട്രാഡേ പർപ്പസിൽ പ്ലെയറേ ഉള്ളൂ. സോ ഇൻട്രാഡേ പ്ലെയറാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫോൾ വന്നു, പിന്നെ ആ പുൾ ബാക്ക് പറയാതെ ഒരു പ്രോപ്പർലി പുൾ ബാക്ക് വന്നിട്ടില്ല ശരിക്കും എന്ന് പറഞ്ഞു. ഞാനും ഇവിടെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു പ്രോപ്പർ പുൾ ബാക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് അന്ന് ഒരു ചെറിയൊരു പുൾ ബാക്ക് 50% വരെ ഒരു പുൾ ബാക്ക് വന്നുകൊണ്ട് ദെൻ വീണ്ടും ഒരു ഫോൾ വന്നു. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു 50% മാത്രമേ പുൾ ബാക്ക് വന്നതുള്ളൂ. ഓക്കെ, ഈ ഒരു ഏരിയയുടെ ഈ പുൾ ബാക്ക് വന്നുള്ളത് കണ്ടോ, വെറും 50% ആണ് ഒരു പുൾ ബാക്ക് വന്നേക്കുന്നത്. പുൾ ബാക്ക് 50% ദാറ്റ് മീൻസ് വീക്ക് സൈൻ തന്നെയാണ്. 50% എന്ന് പറഞ്ഞാൽ വീക്ക് സൈനാണ്. പക്ഷേ 50% ഇൻറ്റർണൽ സെക്ഷൻ കൗണ്ട് ചെയ്യാനാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു പാട് എന്ന് വെച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടി ഇവിടുന്ന് പുൾ ബാക്ക് കുറച്ചുകൂടി മുകളിലേക്ക് പ്രതീക്ഷിക്കുകയുള്ളൂ. ബട്ട് അവരെന്ത് ചെയ്യും, ഒറ്റയടിക്ക് സഡൻ ബ്രേക്ക് ഡൗൺ തുടങ്ങും. വ്യൂ കറക്റ്റായിരിക്കും, ബട്ട് പുൾ ബാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടത്തില്ല. ഓക്കെ, ഇതാണ് അതിന്. പിന്നെ ഇനി ശ്രദ്ധിക്കാനുള്ളത് എന്താണ് നാളത്തേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാളത്തേക്ക് ഇനി ബുള്ളിഷ് ട്രേഡ് എന്തെങ്കിലും എടുക്കാനാണെങ്കിൽ ഇതിൻ്റെ അപ്പോൾ 25,600 അബവ് മാത്രമേ ബുള്ളിഷ് ട്രേഡ് എടുക്കാവുള്ളൂ. റെസിസ്റ്റൻസ് നിയറസ്റ്റ് സപ്പോർട്ട് ഇതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറെ സപ്പോർട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് സ്ട്രക്ചർ നമുക്ക് ഇത് നോക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ A, B, and C ഓൺ ഗോയിങ് ആണ്. ഓക്കെ, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ കറക്ഷൻസ് എപ്പോഴും ഇങ്ങനെ വരുന്നത് A, B, Cയിലേക്കാണ് കറക്ഷൻസ് വരാറുള്ളൂ. ഇത് സ്ലോ കറക്ഷനാണ്, ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. സ്ലോ കറക്ഷൻ നമ്മൾ ട്രാപ്പ് നന്നായിട്ട് ചെയ്യും അവർ. സോ ഇത് കണ്ടോ, ഇത് A and B നമ്മൾ ഇത് വെക്കുകയാണെങ്കിൽ എവിടെ വന്ന് ഇന്ന് പോസ് എടുക്കുന്നത് കണ്ട, ഇങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്. A, B, C. ഓക്കെ, തേർഡ് വേവ് അങ്ങനെ തന്നെ, സിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഹൈ ആൻഡ് ലോ എക്സാക്ട്ലി നമ്മൾ മാർക്ക് ചെയ്ത്
മാർക്കറ്റ് എടുക്കണം. ഓക്കെ, സോ ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് എവിടെ നിന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്? 81.20 to 100%. അതിൻ്റെ ഇടയിലാണ് ഇന്ന് പ്രൈസ് ഉണ്ടായിരുന്നുള്ളത്. അതാണ് അത് ബൗൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബിലോ പോകുന്നില്ലായിരുന്നു. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്താ ഇനി ബുള്ളിഷ് ട്രേഡ് എടുക്കാനാണെങ്കിൽ, ഇൻ കേസ് എടുക്കാനാണെങ്കിൽ എന്താ ചെയ്യുക? എ ടു ബീഡ് ട്രെൻഡ് ലൈൻ, 0 to ബീഡ് ട്രെൻഡ് ലൈൻ, ഇതാണ് 0 to ബീഡ് ട്രെൻഡ് ലൈൻ. ഇത് വരയ്ക്കുക. ഇതിൻ്റെ അബവ് പ്രൈസ് പോകണമെങ്കിൽ മാത്രമേ നമുക്ക് ബുള്ളിഷ് ട്രേഡ് ഇനി എടുക്കാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ബുള്ളിഷ് ട്രേഡ് എടുക്കാനില്ല. നാളത്തേക്ക് എനിക്കൊരു ഫീലിംഗ് വരുന്നത് വെച്ചാൽ ഇവർ ഫ്ലാറ്റ് ടു പോസിറ്റീവ് എന്തെങ്കിലും ഓപ്പണിംഗ് തരുമായിരിക്കും. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലാറ്റ് ആണെങ്കിലും എന്താണ് പ്രൈസ് മുകളിൽ ഇൻ കേസ് പോയാലും അവിടെ റിജക്ഷൻ വരേണ്ടതാണ്. ഓക്കെ, നമ്മൾ ഇനി കൗണ്ട് ചെയ്യുക. എന്താ കൗണ്ട് ചെയ്യേണ്ടത്? ഇവിടുന്ന് A, B and C, സിയുടെ സ്ട്രക്ചർ. സിയിൽ എത്ര മൂവ്സ് ഉണ്ടാകും? 5 മൂവ്സ്. സോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റേണൽ മൂവ്സ് ഉണ്ടെങ്കിൽ 1, 2, 3, 4th പുൾ ബാക്ക്, ഇനി 5th ഇനി കിടക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യുക? പ്രൈസ് ഇനി കുറച്ചുകൂടി താഴേക്ക് വരാനുണ്ട്, എന്നിട്ടേ നമുക്ക് സി എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് ബുള്ളിഷ് ട്രേഡ് എടുക്കാനുള്ളവർ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കാണിക്കാവുള്ളൂ. ഞാനിവിടെ CNPയുടെ ഒരു സജഷൻ ഇവിടെ തരാറില്ല, ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. ഇവിടെ ഞാൻ കോൾ ഇൻപുട്ടൊന്നും ഷെയർ ചെയ്യാറില്ല, അതിൻ്റെ ഒരു ആ സൈഡ് ഞാനില്ല. സോ ജസ്റ്റ് ഒരു സജഷനാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ലെവൽസ് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാനുണ്ട്, പിന്നെ നമ്മൾ എങ്ങനെയാണ് നെക്സ്റ്റ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇനി ഈ 0 to ബീഡ്, 0 to ഇതുകൊണ്ടോ 0 to ബീഡ് ലൈൻ നമ്മൾ എന്ത് ചെയ്യുക? വേഗം കോപ്പി എടുക്കുക ആൻഡ് താഴെ വെക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഫർദർ ഇനി ഡൗൺ സൈഡ് ഇനി കിടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്രൈസ് ഈ ഒരു ചാനലിൻ്റെ ബിലോ ഇവിടെ ഈ ചാനലിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഒരു ചാനലുണ്ട്, ആ സപ്പോർട്ട് ലൈൻ്റെ അടുത്ത് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഇവിടുന്ന് വന്നിട്ടായിരിക്കും പിന്നെ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ്. ഇവിടുന്ന് വന്നിട്ട് പിന്നെ വീണ്ടും സപ്പോർട്ട് എടുക്കണം. സോ മോർണിംഗ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഡൗൺ ട്രേഡ്, ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആയാലും സഡൻ റിജക്ഷൻ എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ താഴെ ഇവിടെ സപ്പോർട്ട് ഈ ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ അപ്പ് സൈഡ് നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ മോർണിംഗ് തന്നെ ബുള്ളിഷ് ആവുന്നില്ല. മോർണിംഗ് നമുക്ക് ഡൗൺ തന്നെയാണ്. ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ ഏത് പാറ്റേൺ ഫൈൻഡ് ചെയ്യണം? നമുക്ക് ഏത് പാറ്റേൺ ABCയുടെ സിയിൽ ഏത് പാറ്റേൺ ഡെവലപ്പ് ചെയ്യാറുണ്ട്? 1 minute ടൈം ഫ്രെയിമിലായിരിക്കും മോസ്റ്റ്ലി ചാൻസസ്. 5 minutes പോസിബിൾ ആണ്, 1 minute ആയിരിക്കും. സോ ഏത് പാറ്റേൺ ഫോം ചെയ്യും അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. സിയുടെ ABC ഇത് ഫോൾ വരുന്നത് ഏതാണ്? ABC. സിയുടെ ലാസ്റ്റിൽ ഏത് പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത് അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം എല്ലാവരും കൂടി കേട്ടോ. സോ സിയുടെ ഫോൾ എങ്ങനെയാണ്? ഇത് ഇവിടുന്ന് ഓൺ ഗോയിങ് ആണ്. സോ ഇത് ബീഡ് ബൗൺസ് ആൻഡ് C ഈസ് ഓൺ ഗോയിങ്. സോ ഇവിടെ എവിടെയെങ്കിലും ആ സ്ട്രക്ചർ തീരേണ്ടതാണ്, പിന്നെയാണ് നമുക്ക് ഇവിടുന്ന് റിവേഴ്സൽ ട്രേഡ് എടുക്കാവുള്ളൂ. ബട്ട് ആ ഒരു പാറ്റേൺ ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് റിവേഴ്സൽ ട്രേഡ് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ റിവേഴ്സൽ ട്രേഡ് എടുക്കാനുള്ള സൈൻ കിട്ടിയില്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്യൂർ ട്രാപ്പ് ആയിരിക്കും അത്. ഓക്കെ, ഞാൻ മോസ്റ്റ്ലി ആ ഒരു ബേസിൽ മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് ആ കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ പേര് ആ പാറ്റേണിൻ്റെ പേര് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും കൂടി. സോ ഓക്കെ, ഇത്രേ ഉള്ളൂ നമുക്ക് ഇനി ഇതിനകത്ത് പറയാനുള്ളൂ. നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്ര ഡിസ്കഷൻ ഉണ്ടായിരുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ ഞാനിപ്പോൾ ഇനി കൂടുതൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. നമുക്ക് ഇത് ഞാൻ അന്ന് ലാസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. എൻഡിങ് പാറ്റേൺ ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും എന്തായി റിജക്ഷൻ പ്രോപ്പർലി, ഇതൊക്കെ എല്ലാം ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തതാണ്. ന്യൂ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് എലിറ്റ് വേവ് തിയറി. നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റും നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും. ഗ്യാപ്പ് അപ്പ് വന്നാലും നമുക്ക് പേടിക്കാനില്ല, പ്രൈസ് താഴേക്ക് തന്നെ വരുള്ളൂ. ഓക്കെ, സോ അതാണ് എലിറ്റ് വേവ് തിയറി. എല്ലാവരും കൂടി അതിൽ ശ്രദ്ധിക്കുക എലിറ്റ് വേവ് തിയറി. ഓക്കെ, സോ ഇതിനകത്ത് ഇനി നമുക്ക് പെർഫെക്റ്റ്ലി റിജക്ഷൻ കിട്ടി, എക്സാക്ട്ലി റിജക്ഷൻ കിട്ടി. ഇനി ബുള്ളിഷ് ഇതിൻ്റെ അഭാവമാവുള്ളൂ. റെസിസ്റ്റൻസ് ഇത് വെച്ചോളൂ. സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു ഏരിയ സപ്പോർട്ടാണ് നമ്മുടെ നിയറസ്റ്റ് സപ്പോർട്ട്. ഇതിൻ്റെ ബിലോ ആണ് ഫർദർ ഫോൾ വരുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ ഇനി കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഒന്നും നോക്കാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ലാസ്റ്റ് 2 days മുന്നേ ഉള്ള എൻ്റെ വീഡിയോസ് നോക്കി. 2 days അല്ല, ലാസ്റ്റ് വെനസ്ഡേ ഉള്ള ട്യൂസ്ഡേ ഓർ വെനസ്ഡേ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ആ സമയത്ത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഷെയർ ചെയ്തായിരുന്നു. ആ സമയത്ത് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഇവിടെ ആയിരുന്നു പ്രൈസ്. എന്നിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയാണ് ഇനി നമ്മുടെ ടാർഗറ്റ് ആയിരിക്കുള്ളൂ. 2-3 ദിവസത്തേക്ക് ബാങ്ക് നിഫ്റ്റിയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. സോ ഈ ഒരു ഏരിയയിൽ ഞാൻ പറഞ്ഞായിരുന്നു ബാങ്ക് നിഫ്റ്റി എൻ്റെ അവിടെ നിന്ന് 1,500 പോയിൻറ്റ്സ് അറൗണ്ട് ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന് മുകളിലേക്ക് അടിച്ച് കയറി and എക്സാക്ട്ലി പ്രോപ്പർലി എൻഡിങ് പാറ്റേൺ ഫോം ചെയ്തു. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയുടെ ഓൾറെഡി എല്ലാം ടാർഗറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ ഇനി കൺസോളിഡേഷൻ ചെറിയൊരു അപ്സൈഡ് ഇനി കാണിക്കാറുണ്ട്. ബട്ട് ഇനി ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു സജഷൻ. അല്ലെങ്കിൽ ചെറിയ സ്കാൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. ഓക്കെ, ബാക്കി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇതാണ് ട്രേഡ്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ട്രേഡ് ചെയ്യുക.
ബട്ട് എൻ്റെ സജഷൻ ഇനി അത് തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് അതായി. ആൻഡ് എൻ ഡി ലൈൽ പാറ്റേൺ കൂടി ഫോളോ ചെയ്തിട്ടുണ്ട്. സോ എൻ ഡി ലൈൽ പാറ്റേണിൻ്റെ പ്രോപ്പർ കാൽക്കുലേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 and 5 5 മൂവ്സ് വരെ ഓൾറെഡി 15 minutes or 1 hour ടൈം ഫ്രെയിമിലൊക്കെ പ്രോപ്പർലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നിഫ്റ്റി മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഡൗൺ വരാനുള്ളത്. ബട്ട് ഇവിടെ ഇവിടെ കുറച്ച് ടൈം പാസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ താഴേക്ക് വരാനുള്ള ചാൻസസ് കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ ബിഗർ ടൈം ഫ്രെയിമിൽ എൻ ഡി ലൈൽ പാറ്റേൺ ഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഇവിടുന്ന് ഹ്യൂജ് ഫോൾ വരാനോ എന്തെങ്കിലും. സോ ഈസി അല്ല അത് എളുപ്പത്തിൽ നമുക്കൊന്നും കിട്ടുകയില്ല. ഓക്കെ, സോ അവർ ടൈം എടുക്കും, പ്രോപ്പർലി ഇവിടെ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യും, ഫേക്ക് ബ്രേക്ക് ഔട്ടൊക്കെ കാണിച്ചിട്ട് പിന്നെ ഡൗൺ തരുള്ളൂ. അതാണ്. ബട്ട് എൻ്റെ സജഷൻ ഇത് തന്നെയാണ്, ഇതിനകത്ത് സ്കാൽപ്പ് ചെയ്യാവുള്ളൂ ട്രേഡ് എടുക്കാനാണെങ്കിൽ. ഓക്കെ, അപ്സൈഡ് ഇതിൻ്റെ അബവ് എന്തെങ്കിലും സ്കാൽപ്പ് കാര്യങ്ങൾ കിട്ടുള്ളൂ. ഓക്കെ, ഇത് തന്നെ എടുക്കാം, ക്ലോൺ എടുക്കാം, ആൻഡ് ദെൻ ക്ലോൺ അതിൻ്റെ അടിയിൽ വയ്ക്കുക. അത് കണ്ടോ? സോ അത് പ്രോപ്പർലി ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇതാണ് ക്ലോൺ ആൻഡ് ABC സ്ട്രക്ചറുടെ ബെനിഫിറ്റ് 1 2 3. ഓക്കെ, ABC അതാണ്. സോ ഇതിൻ്റെ അകത്താണെങ്കിൽ ട്രേഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ സ്കാൽപ്പ്. ഇതിനകത്ത് നമുക്ക് ട്രേഡ് എടുക്കാം, ഇല്ല എന്നല്ല. ഡൗൺ വന്നാൽ പ്രോപ്പർലി സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ പ്രൈസ് നമുക്ക് അപ്പ് സൈഡ് മൂവ് പ്ലേ ചെയ്യാം സ്ലോലി. ഓക്കെ, നമുക്ക് വേഗം ഇനി സെൻസെക്സിൽ എടുക്കാം. സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്, നോ ചേഞ്ചസ് ഒന്നുമില്ല സെൻസെക്സിൽ. സോ ഈ ഒരു ട്രെൻഡ് ലൈനാണ് സെൻസെക്സിൻ്റെ. ABC സ്ട്രക്ചർ, ഇതിൻ്റെ ബെനിഫിറ്റ് ഇത് തന്നെയാണ്. ABC സ്ട്രക്ചർ പ്ലസ് ABC നമുക്ക് ചാനലൊക്കെ കാണിച്ചു തരും. ഇത് കണ്ടോ? ഇതൊക്കെ നിങ്ങൾ തന്നെ പഠിക്കണം, എല്ലാവരും കൂടി പഠിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ വീഡിയോസിൻ്റെ ലാസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിലും എവിടെയും ഞാൻ പിൻ ചെയ്ത് വെക്കാറുണ്ട്. മീൻസ് ഇങ്ങനത്തെ ലേണിംഗ് വീഡിയോസ്, പ്രോപ്പർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തരാൻ റെഡിയാണ്. എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് ഫ്രീ ആണ്. ഞാൻ ഒത്തിരി പേരുടെ അടുത്ത് ചോദിക്കാറുണ്ട് പ്രീമിയം ചാനൽ എന്തെങ്കിലും ഉണ്ടോ. ഒന്നുമില്ല, എനിക്ക് യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ. വാട്സാപ്പ് ഇല്ല, ടെലിഗ്രാം ഇല്ല, ഒന്നുമില്ല. ഇതിനകത്ത് എന്താ വെച്ചാൽ എത്ര ക്വയറിയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കാം. പിന്നെ ഇതിനകത്ത് ലേണിംഗ് വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ടാവും. പ്രോപ്പർലി ഓരോരോ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്കമിങ് ടൈമിൽ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളത് ലേൺ ചെയ്യല്ല, പഠിച്ചാലേ നമുക്ക് കുറച്ചുകൂടി ഗുണമുണ്ടാവുള്ളൂ ഫോർ അപ്കമിങ് ട്രേഡ് ഓർ അപ്കമിങ് ജേർണി. ഓക്കെ, സോ ഇതിനകത്തും ഇങ്ങനെ തന്നെയാണ്, നിഫ്റ്റിയുടെ പോലെ തന്നെ ആയിരിക്കുള്ളൂ ഈ സ്ട്രക്ചർ. ഇനി ബുള്ളിഷ് ഈ ഒരു ഇതിൻ്റെ അബവ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ അബവ്. ഓക്കെ, ബുള്ളിഷ് ഇതിൻ്റെ അബവ് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ പ്രൈസ് മോസ്റ്റ് പ്രോബ്ലി താഴെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിൽ കയറുകയാണെങ്കിൽ എന്താണ് കുറച്ചുകൂടി ബെറ്റർ അപ്സൈഡ് ട്രേഡ് ആയിരിക്കുള്ളൂ. ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് അപ്സൈഡ് ഞാൻ 1-2 പ്രാവശ്യം ആലോചിക്കേണ്ടി വരും ഡയറക്റ്റ്ലി ട്രേഡ് എടുക്കാനാണെങ്കിൽ. അത്രേ ഉള്ളൂ. ഓക്കെ, അതെന്ന് വെച്ചാൽ സ്ട്രക്ചർ കാണുന്നില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ABCയുടെ സ്ട്രക്ചറിൽ 5 മൂവ്സ് ഉണ്ടാവും. ഞാൻ അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഒരു പാറ്റേൺ ഫോം ചെയ്യും. ആ പാറ്റേണിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ്സിലിട്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്സിൽ പ്രോപ്പർലി ഞാൻ ഇത് കണ്ടോ മൊറാഫെ, ഞാൻ എന്താ ചെയ്തത് ഞാൻ പറഞ്ഞാൽ ഈ ലെവലിൻ്റെ അകത്തായിരിക്കും. ഇതിൻ്റെ അകത്ത് തന്നെ കൺസോളിഡേഷൻ ഇപ്പോൾ കാണുന്നുള്ളൂ. ഇതിൻ്റെ അകത്താണ് ഇനി നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ്സുൽ സെലക്റ്റിൻ്റെ ഒരു നിഫ്റ്റി മിഡ് ക്യാപ്സുൽസ് സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 ഒന്നും പറയാനില്ല കേട്ടോ. എനിക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരച്ച് വെച്ചോളൂ. ഓക്കെ, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് കിട്ടുള്ളൂ. ബ്രേക്ക് ഔട്ട് ഓർ സംതിങ് എന്തെങ്കിലും ഇതിൻ്റെ അബവ് കിട്ടുള്ളൂ. ആസ് പെർ മീ താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ട്രാപ്പ് ആയിരിക്കുള്ളൂ പ്രോപ്പർ. ഓക്കെ, ഒരു സെക്കൻഡ്, നമുക്ക് ഇത് ഫിബനാച്ചി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹൈറ്റ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് പുൾ ബാക്ക് ആണ് എനിക്ക് തോന്നുന്നു കേട്ടോ. 81.20% എക്സാക്ട്ലി. സോ റിജക്ഷൻ ആണ് കേട്ടോ. ഇത് റിജക്ഷൻ സോണാണ്. പ്രൈസ് താഴേക്ക് വന്നിട്ട് പിന്നെ പ്രൈസ് താഴേക്ക് വരണം. ബുളിഷ്നെസ് ഇതിൻ്റെ അബവ് ഉള്ളൂ കേട്ടോ. 13,444 5-10 പോയിന്റ് മുകളിൽ കയറ്റി വെച്ചോളൂ. ഓക്കെ, ബുളിഷ്നെസ് ഇതിൻ്റെ അബവ് ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ താഴേക്കാണ്. ABC സ്ട്രക്ചറിൽ ബൗൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഫർദർ ലെവൽസ് നോക്കേണ്ടത്. ഇൻ കേസ് ഈ ഹൈ ബ്രേക്ക് ആയില്ലെങ്കിൽ, ഇപ്പോൾ അടിച്ച ഹൈ, ഓക്കെ, ഇതിൻ്റെ അബവ് പ്രൈസ് പോയില്ലെങ്കിൽ നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്തെങ്കിലും ഗ്യാപ് ഡൗൺ എന്തെങ്കിലും ആണെങ്കിൽ ഇതിനകത്ത് പ്രൈസ് ഫർദർ ഡൗൺ സൈഡ് കാണിക്കത്തുള്ളൂ. SL ഇത് തന്നെയാണ്. ഇതിൻ്റെ അബവ് മാത്രമേ ബുള്ളിഷ് ട്രേഡ് എടുക്കാവുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ എന്താണിത്? A, B and C. ഓക്കെ, ഇത് A ആണ്, ബിയുടെ ബൗൺസ് ഓൺ ഗോയിങ് ആണ്, C ആണ്. ഓക്കെ, അതാണ് ഇത്. സോ താഴത്തെ ലെവൽസ് ഇതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ ബ്ലാക്ക് കളറുടെ ബ്രേക്ക് ഡൗൺ ഫോർ ഡൗൺ സൈഡ് ഈ ലെവൽസാണ്. എത്ര വരെ പോകും നമുക്ക് പറയാനില്ല, ഡിപ്പെൻഡാണ് മൂവ്സ് എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതിൽ ഡിപ്പെൻഡ് ആയിരിക്കും. ലെവൽസൊക്കെ ഇത് തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ,
81.80%, 100%. മിനിമം 61.80% എന്തായാലും വരാറുണ്ട്. മിനിമം അത് 5 മൂവ്സിലാണെന്ന് പറയുന്നത്, സീരിയസ് സെക്ഷൻ ആണെങ്കിലും. ഓക്കെ, 5 മൂവ്സ് ശ്രദ്ധിക്കുക. മിനിമം 61.80% വരേണ്ടതാണ്. ഇത്ര പേർക്ക് എന്തായാലും വരേണ്ടതാണ്. ഇതിൻ്റെ ബിലോ പോയാൽ പിന്നെ ഫോർത്ത് ഡൗൺ സൈഡ് ലെവൽസ് നമുക്ക് പിന്നെ 127% ആൻഡ് 161.80% ഓപ്പൺ ആണ്, നോ ഡൗട്ട്. ഓക്കെ, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി മുറാഫെ. ഈ ഒരു നമ്മുടെ ഇതിൻ്റെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൻ്റെ ഈ സിയുടെ എക്സ്റ്റൻഷൻ ഫിബൊനാച്ചി ഇങ്ങനെ തന്നെ. SL ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ ബുള്ളിഷ് കേട്ടോ. 13,444. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണം. താങ്ക് യു.